എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കഴുത്തൻക, അതിൻ്റെ കഴുത്തിൻ്റെ നീളം കണ്ട, ഞാനിത് കട്ട് ചെയ്ത് ഇത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന രീതിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് തൊലിയൊക്കെ ചെത്തി കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ഞാൻ കഴുത്തൻക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളവിടെ എന്തോന്ന് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ ഒരു സവാള, ഒരു മണമുള്ള പച്ചമുളക്, നല്ല എരിവാണ് ഈ ഒരു പച്ചമുളക്, അത് പഴുത്ത് പോയി. ഇതും കൂടെ ഇട്ട് നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച്, അതായത് ഇരുമ്പിലെ ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച തടിയങ്കായും സവാളയും, ആദ്യം സവാള ഇട്ട് കൊടുക്കാം. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ ആർക്കും അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, അറിഞ്ഞൂടാത്തവരും കാണും, പച്ചവെള്ളത്തിൽ വേവിക്കുന്നവർ കാണും. ഞാൻ വെളിച്ചെണ്ണയിലാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നവരും ഉണ്ട്. ഇത് ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെ കൂടി കാണിക്കുകയാണ്. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തടിയം കാഴ്ച കൊടുക്കാം, കഴുത്തൻ കാഴ്ച കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കാം. അല്പം പോലും വെള്ളം ചേർക്കരുത്. ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കണം. ഉണക്ക മീനിൻ്റെ കൂടെ ഇട്ട് വയ്ക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് വേവുന്ന സാധനമാണ്, വെള്ളരിക്ക പോലെ പെട്ടെന്ന് വേവുന്ന സാധനമാണ്. കുഴഞ്ഞു പോകരുത്. 2 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം. മെഴുക്ക് പുരട്ടി റെഡിയായി. നമുക്ക് സ്വല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം.